വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് വിധി. ജാമ്യം നൽകരുതെന്ന ഇഡിയുടെ ആവശ്യം കോടതി തള്ളി. 1 ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം. കെജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് കോടതി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത്? ഇഡിയുടെ എതിർപ്പ് കോടതി തള്ളാൻ കാരണം എന്താണ്? വിജയൻ, ഇഡി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തെളിവ് കണ്ടെത്താനായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇഡിക്കെതിരായിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയ വസ്തുതാ പരിശോധനകൾ എന്ന് ഇഡി പറയുന്ന കാര്യങ്ങളുടെ വിലയിരുത്തൽ കോടതി നടത്തിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ എന്ന് പറയാവുന്ന പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയാവുന്നവ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇഡി തെളിവുകളുണ്ട് എന്ന് പറയുകയും മൊഴികളുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ അതിനെ അനുബന്ധമായിട്ട് സ്ഥാപിക്കാൻ അന്വേഷണത്തിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന നിഗമനമാണ് കോടതി കൈക്കൊണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ സമയം ഈ അന്വേഷണത്തിന് ആവശ്യമായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയാൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ഈ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോഴും അതിനെയൊന്നും അംഗീകരിക്കാനായിട്ട് കോടതി തയ്യാറായില്ല. അത് പരിഗണിക്കാതെയാണ് കോടതി ഈ ഇഡിയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചത്. അരവിന്ദ് കെജ്രിവാളിന് മണി ലോണ്ടറിംഗ് കേസിൽ ജാമ്യം ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിന് നാളെ പുറത്തിറങ്ങാൻ സാധിക്കും. ആം ആദ്മി പാർട്ടി ഇതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഡൽഹിയിൽ നാളെ നടത്തുന്നത്. വിജയ്, ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. ജാമ്യം നൽകരുതെന്ന് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. കോടതി അത് നിരാകരിക്കുകയും ചെയ്തു. തെളിവുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഇനി പരിഗണിക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. 1 ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം. കെജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും. വലിയ ആഘോഷ പരിപാടികളാണ് ഈ വാർത്ത വന്നതിന് പിന്നാലെ, കോടതി ഉത്തരവിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സംഘടിപ്പിച്ചത്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. ക്രമക്കേട് ആരോപണമുയർന്ന നീറ്റ് പ്രവേശന പരീക്ഷ കേന്ദ്ര സർക്കാർ റദ്ദാക്കില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഇതുവരെ ഉണ്ടായതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് ചോദ്യപേപ്പർ ചോർച്ച നടക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. നീറ്റ് UGC നെറ്റ് പരീക്ഷകളിൽ ക്രമക്കേട് ഉയർന്നതോടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ക്ലീൻ ചീറ്റ് നൽകുന്നില്ല. ക്രമക്കേടുകളിൽ NTA ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഉന്നത സമിതി നിയോഗിച്ച് NTA പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പാക്കുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. This question leak is a institutional failure from NTA. That's why we are assuring you there will be a reform committee, action will be taken, responsibility will be fixed. ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പോലീസ് വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഡാർക്ക് വെബിൽ ചോർന്നുവെന്ന വെളിപ്പെടുത്തലും മന്ത്രി നടത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. That the reason this is happening and the reason you're suffering is because an independent, objective education system has been demolished and it has been replaced by an education system that is captured by the BJP, captured by their parent organization. And until this capture is released, you are going to suffer. You are going to see cancellations of your exams. You are going to see paper leaks again and again and again. നീറ്റ് പരീക്ഷാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. രാഹുൽ ഗാന്ധി പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി പരീക്ഷാർത്ഥികൾ പറഞ്ഞു. 24 ഡൽഹി. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയെന്ന വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. മൊഴി നൽകിയത് ബീഹാറിൽ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥിയുടേതാണ്. നീറ്റ് ക്രമക്കേടിൽ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. പരീക്ഷയ്ക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേടിൽ തെരുവുകളിൽ ഇന്നും പ്രതിഷേധം തുടർന്നു. ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥിയുടെ നിർണായക മൊഴി. തനിക്ക് ബന്ധു ചോർത്തി നൽകിയ ചോദ്യപേപ്പർ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി പൊരുത്തമുണ്ടെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് സമസ്തിപൂർ പോലീസിന് മൊഴി നൽകി. ഇതിനു പിന്നാലെ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ വഴി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.
പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി നൽകാൻ വൻ മാഫിയ പ്രവർത്തിച്ചിരുന്നതായാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ NSUIയും SFI വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുൻപിലും പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതികളിൽ തീർപ്പാക്കാതെ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന NTA ആവശ്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. ഹൈക്കോടതികൾക്ക് മുൻപാകെയുള്ള കേസുകൾ സ്റ്റേ ചെയ്തു. 24 ഡൽഹി. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്കും. ശൈലി മാറ്റാതെ തിരുത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ കഴിയാതിരുന്നതാണെന്ന് സമ്മതിച്ച് CPIM. തെറ്റിദ്ധാരണ തിരുത്താൻ ജനങ്ങളിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെല്ലുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. SNDP യോഗ നേതൃത്വത്തിലെ ചിലർ BJP അജണ്ട നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താനും സംസ്ഥാന നേതൃയോഗങ്ങളിൽ തീരുമാനമായി. കഴിഞ്ഞ കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് 5 ദിവസത്തെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ കണ്ടത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM ആത്മവിമർശനം നടത്തുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ വോട്ടിംഗ് ശതമാനവും കണക്കുകളും നിരത്തി പ്രതിരോധിച്ച CPIM ആ ശൈലി മാറ്റിപ്പിടിച്ചു. ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പരാജയ കാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചു. UDFിന് 18 സീറ്റ് നേടാനായി, ഒരു സീറ്റ് BJPക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFും തമ്മിലാണ്. ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനാണ് സാധ്യതയെന്ന ജനങ്ങളുടെ ചിന്തയും ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതും മറ്റൊരു കാരണമായെന്നും വിലയിരുത്തൽ. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായി ഈഴവ സമുദായത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായിട്ടാണ് CPIM കാണുന്നത്. ഈഴവ വോട്ടുകൾ ചോർന്നതിന് കാരണം SNDP നേതൃത്വത്തിലെ ചിലരുടെ സംഘപരിവാർ അനുകൂല നിലപാടാണെന്ന് CPIM വിലയിരുത്തുന്നു. ചില ക്രൈസ്തവ വിഭാഗങ്ങളും BJPക്കൊപ്പം നിന്നു. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ മുഖ്യമന്ത്രി ശൈലി മാറ്റുമോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: നിങ്ങളിപ്പോൾ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങി. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി. രണ്ടാം ഗവൺമെന്റ് വന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും CPIM വഴങ്ങുന്ന പ്രശ്നമില്ല. പാർട്ടി പരിപാടി അനുസരിച്ച് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്താനും സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 മേഖലാ യോഗങ്ങളും നടത്തും. ജനങ്ങളെ കേൾക്കാൻ പ്രാദേശിക തലത്തിലും യോഗങ്ങൾ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനം. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നുണ്ട്. തൃശൂർ പൂരത്തിലെ പോലീസിന്റെ വീഴ്ച സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നുവെന്നും വിമർശനമുയർന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഒന്നിനും മറുപടി നൽകിയില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പായ ആഭ്യന്തര വകുപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ കേട്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ നേതൃയോഗങ്ങളിലെ വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന പതിവ് രീതി ഇക്കുറി ഉണ്ടായില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയും കണക്കിന് വിമർശനങ്ങൾ ഉയർന്നു. സർക്കാരിനെ വികൃതമാക്കുന്ന നടപടികൾ പോലീസിൽ നിന്നുണ്ടായി. IG റാങ്കിന് മുകളിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം തിരിച്ചടിയായി. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങളും പോലീസിനെ നിയന്ത്രിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. ഗുണ്ടാക്രമണങ്ങൾ നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. തുടർച്ചയായ കൊലപാതകങ്ങൾ ഭീതി പരത്തി. സ്ത്രീ സുരക്ഷയിലും പോലീസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും വിമർശനം. മാധ്യമങ്ങൾക്കെതിരായ പോലീസ് നടപടിയും തിരിച്ചടിയായെന്ന് അഭിപ്രായമുയർന്നു. മാധ്യമങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ ഇതുലച്ചു. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്ന രീതിയിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയെന്നും രൂക്ഷ വിമർശനമുണ്ടായി. പോലീസിന് ഗുണ്ടാബന്ധവും പലിശപ്പണം ഇടപാടുമെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നാണ് വിമർശനമുയർന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് മറ്റു ചിലരെന്ന
പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് CPIM നേതൃയോഗത്തിലും പഴികേട്ടത്. സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിലും വിമർശനമുയർന്നപ്പോൾ മൗനിയായിരുന്നു. 24 തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാരിലെ പുതിയ മന്ത്രിയായി മാനന്തവാടി MLA OR കേളുവിനെ തീരുമാനിച്ചു. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കേളുവിന് ലഭിക്കുക. പാർലമെന്ററി വകുപ്പ് MB രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകാൻ തീരുമാനിച്ചു. OR കേളുവിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് OR കേളുവിനെ മന്ത്രിയാക്കാനുള്ള CPM തീരുമാനം. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ OR കേളു സജീവ സാന്നിധ്യമാണ്. ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്, CPIM സംസ്ഥാന സമിതിയിലെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ പട്ടികവർഗ നേതാവ്. ഈ മന്ത്രിസഭയിലെ വയനാട് നിന്നുള്ള ആദ്യ മന്ത്രി എന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യഘട്ടത്തിൽ പല പേരുകൾ പരിഗണിച്ചെങ്കിലും OR കേളുവിന്റെ പേരിലേക്ക് എത്താൻ 2 കാരണങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA-മാർ നിലവിൽ CPIM-ലില്ല. പട്ടികവർഗ വിഭാഗത്തിൽ ആരെയും CPIM ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കേളുവിന് ലഭിക്കുക. പാർട്ടി തീരുമാനത്തിൽ സന്തോഷമെന്നും ആദിവാസി സമൂഹത്തിന്റെ വികസനത്തിലും മനുഷ്യവന്യമൃഗ സംഘർഷങ്ങളിലും ഇടതു നയരേഖ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും OR കേളു. മന്ത്രിയാവുമ്പോൾ വ്യക്തിപരമായി ചില പ്രയോറിറ്റികൾ ഞാൻ മേഖലയിൽ കാണും. ആ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പട്ടിണി, ദാരിദ്ര്യം പോലുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ പ്രഭാത ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ, ഉച്ചഭക്ഷണം പോലുള്ള കാര്യങ്ങൾ, സ്റ്റൈപ്പൻഡ് പോലെയുള്ള കാര്യങ്ങൾ, ലംസം ഗ്രാൻഡ് പോലെയുള്ള കാര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന മറ്റ് 2 വകുപ്പുകളായ പാർലമെന്ററി കാര്യം MB രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. മലപ്പുറത്തു നിന്നൊരു ദാരുണ സംഭവത്തിന്റെ വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മലപ്പുറം വൈലത്തൂരിൽ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി 9 വയസ്സുകാരനു ദാരുണാന്ത്യം. വൈലത്തൂർ സ്വദേശി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിജയകുമാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ മുഹമ്മദ് സിനാൻ വൈകുന്നേരം 4 മണിയോട് കൂടി പള്ളിയിലേക്ക് നമസ്കാരത്തിനായി പോവുകയായിരുന്നു. സാധാരണഗതിയിൽ അയൽ വീട്ടിലെ ഈ റിമോട്ട് കൺട്രോൾ ഗേറ്റ് സ്വയം തുറന്ന് സിനാൻ ഇതുവഴി തന്നെയാണ് പോകാറ്. എന്നാൽ ഇന്ന് ഈ സിനാനെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയ സിനാനെ പിന്നീട് ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ കാണുകയായിരുന്നു. ഉടൻ തന്നെ സിനാനെ രക്ഷപ്പെടുത്തി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിന് മുന്നേ തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അതായത് സിനാൻ പതിവായി പോകുന്ന ഗേറ്റാണിത്. പിന്നീട് സ്വയം തന്നെ സിനാൻ തുറന്ന ഗേറ്റുമാണ്. പിന്നീട് എങ്ങനെയാണ് ഇതിനുള്ളിൽ കുടുങ്ങിയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അയൽ വീട്ടിലെ ഗേറ്റാണ്. അയൽ വീട്ടിലാണെങ്കിൽ നിലവിൽ ആൾത്താമസവും ഇല്ല. ഏതാനും ദിവസമായി അവർ വിദേശത്ത് കഴിയുകയാണ്. സിനാൻ ഇതുവഴി സ്ഥിരം പോകുന്ന ഒരാൾ കൂടിയാണ്. പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ സിനാന്റെ മൃതദേഹമുള്ളത് മലപ്പുറം കോട്ടക്കലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ്. നാളെ രാവിലെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാളെ തന്നെ കബറടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, മലപ്പുറം വൈലത്തൂരിൽ നിന്നാണ് ഈ അതിദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു 9 വയസ്സുകാരൻ. വൈലത്തൂർ സ്വദേശി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സിനാൻ. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്നും. കള്ളക്കുറിച്ചിയുടെ കണ്ണീർ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 42ആയി. 101 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഇതിൽ 20 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാത്രിയുണ്ടായ ദുരന്തത്തിൽ ഇതുവരെ 42 പേരാണ് മരിച്ചത്. 25 പേർ കള്ളക്കുറിച്ചി ആശുപത്രിയിലും 10 പേർ സേലം ആശുപത്രിയിലും 4 പേർ വിഴിപ്പുരം ആശുപത്രിയിലും 3 പേർ പുതുച്ചേരി ജിപ്പർ ആശുപത്രിയിലുമാണ് മരിച്ചത്. 4 ആശുപത്രികളിലായി 101 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കരുണാപുരത്ത് മരിച്ച 28 പേരുടെയും മൃതദേഹങ്ങൾ ഒരേയിടത്ത് സംസ്കരിച്ചു. മന്ത്രി ഉദയനിധി സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസാമി, BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ എന്നിവർ മരിച്ചവരുടെ വീടുകളിലെത്തി. CBCID അന്വേഷിക്കുന്നതിന് പുറമെ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു.
എന്നാൽ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് 22-ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ സമരം സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ പറഞ്ഞു. 24 കള്ളക്കുറിച്ചി. ഇപ്പോൾ കള്ളക്കുറിച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, അവിടെ എത്തിയ ശേഷം ഇതിനോടകം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകി. അവിടുത്തെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആശുപത്രിയിലെയൊക്കെ ദൃശ്യങ്ങൾ അത്ര ഭയാനകമാണ്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ 20-ലധികം ആളുകളുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമാണ് എന്ന് പറയുന്നു. അതുപോലെ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏതാണ്ട് 100-ലധികമാണ്. അപ്പോൾ ഈ മരണസംഖ്യ ഉയരുകയാണ്. ഇപ്പോൾ രാവിലെ 36 നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അത് 42 കഴിഞ്ഞു. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, വിഷമദ്യ ദുരന്തത്തിന്റെ രൂപത്തിൽ മരണം പെയ്തിറങ്ങിയ കള്ളക്കുറിച്ചിയിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഈ ദുരന്തത്തിന് ഇരയായവർ ചികിത്സയിലുള്ളത്, ബാക്കിയുള്ളവർ ചികിത്സയിലുള്ളത്. ഇതിൽ 16 പേർ നിലവിലിപ്പോൾ ICUവിലാണ്, 4 പേർ വെന്റിലേറ്ററിലാണ്. 20 പേരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം. ആകെ 101 പേരാണ് 4 ആശുപത്രികളിലായി ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യം, ചികിത്സയിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. അതിലാണ് 20 പേരുടെ നില ഗുരുതരമായി തുടരുന്നത്. 25 പേർ ഈ കള്ളക്കുറിച്ചി ആശുപത്രിയിലും, 10 പേർ സേലം ആശുപത്രിയിലും, 4 പേർ വിഴുപ്പുരം ആശുപത്രിയിലും, 3 പേർ പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. നേരത്തെ നമ്മൾ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് ആ വീടുകളിലൊക്കെ തന്നെ പോയിരുന്നു. അതിദാരുണമാണ് അവിടുത്തെ കാഴ്ചകൾ. കാരണം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാർ, അതോടൊപ്പം തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, അങ്ങനെ നിരവധി പേരെ നമുക്കവിടെ കാണാൻ കഴിയുമായിരുന്നു. അന്ധയായ ഒരു വയോധികയുടെ മകനാണ്, അവരുടെ ഏകാശ്രയമായ മകനാണ് ഈ വ്യാജമദ്യ ദുരന്തത്തിൽ മരിക്കുകയും ചെയ്തത്. നിലവിൽ സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ട നഷ്ടപരിഹാരമൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് നഷ്ടപരിഹാരം കൊണ്ട് മരിച്ചവർ തിരികെ വരില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വ്യാജമദ്യ ദുരന്തം ഇതാദ്യമായല്ല ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. കർശന നടപടി നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടാകില്ലായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പലരും താമസിക്കുന്നത് നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതാണ്. 2 സെന്റിലും 3 സെന്റിലുമൊക്കെയാണ് വീട്. ഒരു വീടെന്ന് പറയാവുന്ന ഒരു കൂര കെട്ടി താമസിക്കുന്ന ആളുകളാണ്. അന്നന്നത്തെ ജോലിക്ക് ശേഷം ഈ ചെറിയ രീതിയിൽ ഇത്തരത്തിൽ കഴിച്ച് തിരികെ വരുന്നവരായിരുന്നു. പക്ഷെ അവർക്കാണ് ഈ വ്യാജ ചാരായം, വിഷം കലക്കിയ ചാരായം നൽകി അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ BJP CBI അന്വേഷണം ആവശ്യപ്പെട്ടു. എടപ്പാടി പളനിസ്വാമി അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നടൻ വിജയ്, ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ, സിനിമാ രംഗത്തെയൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. ആളുകളെ കണ്ടു, ആശ്വസിപ്പിച്ചു. പക്ഷെ അപ്പോഴും പറയുന്നത് ഈ വ്യാജച്ചാരായ മാഫിയയെ അമർച്ച ചെയ്യണം എന്നുള്ളതാണ്. അത് ഇപ്പോഴും നടപ്പിലായിട്ടില്ല. ഈ കള്ളക്കുറിച്ചിയിൽ മുൻപും ഈ സംഭവം നടന്ന പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും കടുത്ത നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. ഈ ചികിത്സയിൽ തുടരുന്നവരുടെ ആരോഗ്യ സ്ഥിതി അത് മോശമാകാതിരിക്കാൻ വേണ്ടത് ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, ഈ വിഷക്കള്ള് എങ്ങനെ എത്തി? അതിന്റെ വിതരണക്കാരൊക്കെ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ ഇതിനോടകം പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിൽപ്പന നടത്തിയ 2 പേരും മറ്റൊരാളും പിടിയിലായി എന്ന് ഇന്നലെ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ അന്വേഷണം അക്കാര്യത്തിൽ വേണ്ടി വരുമോ? പോലീസിന് നൽകുന്ന സൂചന എന്താണ് അതിൽ? ഈ മെത്തനോൾ കലർന്നു എന്ന തരത്തിൽ ചില സൂചനകൾ പോലീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. പക്ഷേ ഇതിൽ ഈ താഴെത്തട്ടിൽ ഇത് വിതരണം ചെയ്ത ആളുകളെ മാത്രമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള ആളുകളിലേക്ക് അന്വേഷണം പോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ കരുണാപുരത്തൊക്കെ പോയപ്പോൾ അവർ ചില ആളുകളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ടയാളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾക്ക് വേണ്ട ഒത്താശ ഭരണകൂടം ചെയ്ത് നൽകുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ അവർ ആരോപിക്കുന്നത്. അയാളെ അടക്കം അറസ്റ്റ് ചെയ്ത് ഈ വ്യാജമദ്യ ദുരന്തത്തിന് കാരണക്കാരായ മുഴുവൻ പേർക്കെതിരെയും കർശന നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിയുടെ പേരടക്കം അവർ പറയുന്നുണ്ട്. അയാളാണ് ആ മേഖലയിൽ ഇത്തരത്തിൽ വ്യാജ കള്ള്
ഈ വിഷമദ്യം വിതരണം ചെയ്തത്, അതിന്റെ ഉടമ, അത് ആ വിതരണക്കാരുടെ എല്ലാം തലവൻ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേരടക്കം പറഞ്ഞിട്ടും അയാളുടെ അറസ്റ്റൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. നഷ്ടപരിഹാരം നൽകി തൽക്കാലം ഈ പ്രശ്നം ഒന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ അറസ്റ്റ്, ഈ പ്രഷർ അധികമാണ്. ഈ സിനിമാ താരം വിജയൊക്കെ ഇവിടെ എത്തിയതിനെ തുടർന്ന് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ശ്രദ്ധിക്കപ്പെടുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ഈ വിഷയത്തിൽ സക്രിയമായ ഇടപെടൽ പ്രതീക്ഷിക്കാം. യെസ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്രീകാന്ത് കള്ളക്കുറിച്ചിയിൽ നിന്ന് നൽകിയത്. 20 പേർ ഇപ്പോഴും ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. 100-ലധികം ആളുകൾ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയതിനപ്പുറത്തേക്കുള്ള ആഴം ഈ അപകടത്തിനുണ്ട് എന്ന് അവിടെ ചെന്ന് മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നു എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൻ്റെ അതിർത്തിയിലും ഇപ്പോൾ ജാഗ്രത ഉണ്ട്. കാരണം ഇത്തരം കള്ള്, മദ്യം അതിർത്തി കടന്നെത്തുമോ എന്നതിൽ കൂടുതൽ പരിശോധന അതിർത്തികളിൽ കേരള സർക്കാരും നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എസ് ശ്രീകാന്താണ് കള്ളക്കുറിച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റുന്നു എന്ന ആരോപണവുമായി മാത്യു കുഴൽനാടൻ. സോഷ്യൽ മീഡിയയിലെ കയ്യടിക്ക് വേണ്ടി സഭയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്ന് സ്പീക്കർ AN ഷംസീറിന്റെ നിർദ്ദേശം. പ്രത്യേക വിഷയവുമായി വന്ന് മാധ്യമശ്രദ്ധ നേടുകയെന്ന മനോരോഗത്തിൽപ്പെട്ടവർ നമുക്കിടയിലുണ്ട് എന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ മാത്യു കുഴൽനാടന്റെ ആരോപണം. ROC അയച്ച നോട്ടീസിൽ ഓരോ മാസവും ചാരിറ്റബിൾ സ്ഥാപനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം എത്തിയതായി പറയുന്നുണ്ടെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. From the bank statement produced, it could be seen that company has been regularly, almost every month, receiving amount from various charitable organizations, institutions, etc. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി വിഷയത്തിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന മാത്യു കുഴൽനാടൻ പറഞ്ഞതോടെ സ്പീക്കർ എതിർപ്പറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഈ വിഷയം സ്ഥിരമായി ഉന്നയിക്കരുത്. ശ്രീ മാത്യു കുഴൽനാടൻ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ എത്രയോ തവണ ഫ്ലോറിൽ ഉന്നയിച്ചു. നിങ്ങൾ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ അത് മാത്രമല്ല, ഈ വിഷയം പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾ പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾക്ക് നിയമം അറിയുന്ന ആളല്ലേ? നിങ്ങൾ നിയമം അറിയുന്ന ആളല്ലേ? പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. ഇതിന് കോടതി വിധി പറയണ്ടേ? അതിനുശേഷം പറയാം. ധനാഭ്യർത്ഥനയ്ക്ക് മറുപടി പറഞ്ഞ മന്ത്രി P രാജീവ് മാത്യു കുഴൽനാടന്റെ ആരോപണത്തെ പരിഹസിച്ചു. ഈ വിഷയം വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും അധികം കടക്കാതെ എല്ലാ ദിവസവും ചില അജണ്ടകളുമായി വന്ന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടുന്ന പ്രത്യേകമായ ഒരു മനോരോഗം ബാധിച്ച ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്ന ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. പെൻഷൻ കൊടുക്കാനെന്ന പേരിൽ ഇന്ധന സെസ് വാങ്ങിയിട്ടും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരായ KPCC അധ്യക്ഷൻ K സുധാകരന്റെ അവൻ പരാമർശത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാക്കുകൾ ബഹുമാനത്തോടെയും സൂക്ഷിച്ചും ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. മുഖ്യമന്ത്രിയുടെ പല പദപ്രയോഗങ്ങളും ശരിയാണോ എന്നും അദ്ദേഹം ചിന്തിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ സുധാകരന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയ ഭരണപക്ഷത്തിന് മറുപടി നൽകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. KPCC പ്രസിഡന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ച്? ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ? അത് അൺപാർലമെന്ററിയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഞാനത് കൊട്ടിയില്ല. വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടു കൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട്. UDF യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരം നൽകാത്തതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നീരസം. പ്രതിപക്ഷ നേതാവിന്റെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാതെ ചെന്നിത്തല മടങ്ങി. ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ അവസരം ലഭിച്ചപ്പോൾ രമേശ് ചെന്നിത്തല തഴഞ്ഞു എന്നാണ് വിമർശനം. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. പ്രതീഷ്, ഏത് സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് UDF യോഗത്തിൽ സംസാരിക്കാൻ അവസരം ലഭിക്കാതിരുന്നത്? അതിൽ അദ്ദേഹം കടുത്ത അതൃപ്തനാണോ?
വിജയകുമാർ, തീർച്ചയായും. കാരണം രാവിലെ ചേർന്ന KPCC നേതൃയോഗത്തിന് പിന്നാലെയാണ് വൈകിട്ട് 5:30 കന്റോൺമെന്റ് ഹൌസിൽ UDF ഏകോപന സമിതി യോഗം ചേർന്നത്. തിരഞ്ഞെടുപ്പ് വിലയിരുത്തലായിരുന്നു യോഗത്തിന്റെ മുഖ്യ അജണ്ട. ഈ യോഗത്തിൽ പങ്കെടുത്ത ഘടകകക്ഷി നേതാക്കളെല്ലാം യോഗത്തിൽ സംസാരിച്ചിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് യോഗത്തിൽ സംസാരിക്കാൻ അവസരം നൽകിയില്ല. ഇതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ടാക്കാൻ ഇടയാക്കിയത്. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ, UDFന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല. അത്തരത്തിലൊരു പദവി വഹിച്ചിട്ട് പോലും തനിക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല എന്നതാണ് പ്രധാനമായും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറയുന്ന കാര്യം. ഇത് വലിയ തരത്തിലൊരു അതൃപ്തി പരസ്യമാക്കുക കൂടി ആ യോഗത്തിൽ രമേശ് ചെന്നിത്തല ചെയ്തിരുന്നു. കാരണം ഈ യോഗശേഷം അവിടെ എത്തിയ പ്രതിനിധികൾക്കും ഒപ്പം വിജയിച്ച MP-മാർക്കും അടക്കം വിരുന്ന് സൽക്കാരം ഏർപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവാണ് വിരുന്ന് സൽക്കാരം ഏർപ്പെടുത്തിയത്. പക്ഷേ ഈ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെ ഈ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാതെയാണ് രമേശ് ചെന്നിത്തല മടങ്ങിയിരിക്കുന്നത്. അത്തരത്തിലൊരു അതൃപ്തി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിൽ ഒരു വിഭാഗം ഘടകകക്ഷി നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി UDFന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്താണ് എന്നതാണ് അറിയേണ്ട കാര്യം. എന്തായാലും ഒരു അതൃപ്തി ഈ യോഗത്തിൽ തന്നെ അല്ലെങ്കിൽ യോഗശേഷം തന്നെ പരസ്യമാക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല UDF ഏകോപന സമിതി യോഗത്തിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത്. വിജയകുമാർ. പ്രതിപക്ഷ നേതാവിന്റെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങി. ഘടകകക്ഷി നേതാക്കൾക്കുൾപ്പെടെ അവസരം ലഭിച്ചപ്പോഴും രമേശ് ചെന്നിത്തലയെ തഴഞ്ഞു എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അക്കാര്യത്തിലുള്ള അതൃപ്തി അദ്ദേഹം നേതാക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ചില ഘടകകക്ഷി നേതാക്കൾക്കും അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട് എന്നാണ് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്ന്. ബോംബ് നിർമ്മാണ വിവാദത്തിൽ CPM-നെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് ഭീഷണി നേരിടുന്നുവെന്ന് കണ്ണൂർ എരഞ്ഞോളിയിലെ സീന. സത്യം മാത്രമാണ് തുറന്നു പറഞ്ഞത്. ഭയന്ന് പിന്മാറില്ലെന്നും സീന പ്രതികരിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയാണ് സീന. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ള ആരോപണമെന്നാണ് CPM-ന്റെ വാദം. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കും. സീനയുടെ ഈ വെളിപ്പെടുത്തൽ CPIM-നെ തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. അപവാദ പ്രചരണമെന്ന് CPIM ജില്ലാ നേതൃത്വം തന്നെ പ്രസ്താവനയിറക്കി. പ്രാദേശിക CPIM നേതൃത്വവും മറുപടിയുമായി രംഗത്തു വന്നു. പിന്നാലെ ഭീഷണി നേരിടുന്നുവെന്ന പരാതിയുമായി യുവതി. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് സീന. ജോലി കളയാൻ വരെ ശ്രമമുണ്ട്. അപ്പൊ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങള് മോളോടൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അവള് ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 39 വയസ്സിലും ജീവിച്ചില്ലേ, ഇനിയിപ്പോ സത്യം പറഞ്ഞിട്ട് മരിക്കാനാണെങ്കിൽ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാണ്. പക്ഷെ ഞാനാണ് പറഞ്ഞത്, അതിനുവേണ്ടി എന്റെ വീട്ടുകാർ ആക്രമിക്കപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവര് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാള് എപ്പോ ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് മരണം ഉറപ്പാണല്ലോ. ഞാൻ ഇത്രയും വർഷം അവിടെ ജീവിച്ചൊരു വ്യക്തിയായത് കാരണം എനിക്കറിയാലോ എന്താ സംഭവിക്കാം. അതേസമയം സ്ഫോടന കേസ് അന്വേഷണ ചുമതല തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചു. ജില്ലയിലെ ആളൊഴിഞ്ഞ വീടുകളും പറമ്പുകളും കേന്ദ്രീകരിച്ചുള്ള ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും പരിശോധന തുടരും. 24 കണ്ണൂർ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുൻ MLA KK ലതികയ്ക്കെതിരെ അന്വേഷണം. യൂത്ത് കോൺഗ്രസ് DGPക്ക് നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇത് CPIM നേതാവും മുൻ MLA-യുമായ KK ലതിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സ്ക്രീൻഷോട്ട് വിവാദം വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ അവമതിപ്പുണ്ടാക്കിയെന്നും സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി. ലോക്കൽ പോലീസ് പരാതി നിരസിച്ചതോടെ DGPക്ക് നൽകിയ പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംഭവത്തിൽ CPIM പരാതിയിൽ യൂത്ത് ലീഗ് നേതാവിനെ പ്രതി ചേർത്ത് കേസെടുത്തെങ്കിലും പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിനായില്ല. എന്നാൽ KK ലതികയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കി കല്ലാറിലെ ആന സവാരി കേന്ദ്രത്തിൽ 2ാം പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. കേരള ഫാം എന്ന ആന സഫാരി കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ആന പ്രകോപിതനായത്?
വിജയകുമാർ, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. വിനോദസഞ്ചാരി ആനപ്പുറത്ത് കയറ്റുന്നതിനിടയിലാണ് ഈ അപകടം. ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന 62 വയസ്സുള്ള രണ്ടാം പാപ്പാനെ ആന കാലുകൊണ്ട് തട്ടി വീഴ്ത്തിയ ശേഷം ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആന സഫാരി കേന്ദ്രത്തിനുള്ള ലൈസൻസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമല്ല കേരള ഫാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഈ ബാലകൃഷ്ണന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടിമാലി പോലീസ് സംഭവത്തിൽ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. അതായത് രാഹുൽ, ഈ ആന സവാരിക്ക് ഈ ഫാമില് അനുമതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ യാതൊരു അനുമതിയും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ അവിടെ നടന്നത്. അങ്ങനെയാണ് കരുതേണ്ടത് അല്ലേ? അങ്ങനെ തന്നെയാണ് വിജയകുമാർ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന സഫാരിക്ക് ഇടുക്കിയിൽ 9ഓളം സ്ഥലങ്ങളിൽ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്, അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു സ്ഥാപനമായിരുന്നു ഈ കേരള ഫാം എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ചട്ടലംഘനം അല്ലെങ്കിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഒരു വിനോദസഞ്ചാരിയെ ആനയുടെ പുറത്തേക്ക് കയറ്റുന്നതിനിടയിലുണ്ടായ അപകടം, അതും ഇത്രയും ആന പ്രകോപിതനായ ഒരു പാപ്പാനെ കൊലപ്പെടുത്തുക, അത് വിനോദസഞ്ചാരികൾക്ക് ഏതെങ്കിലും വിധത്തിലുണ്ടായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഘട്ടത്തിലേക്ക് വരെ പോയേനെ. എങ്കിൽ കൂടിയും ഇതിലൊരു അന്വേഷണമോ കാര്യങ്ങളോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വലിയൊരു വീഴ്ച തന്നെ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. മരണമുണ്ടായി എന്നുള്ളത് അത് അത്യന്തം ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനവും ഈ ആന സഫാരി കേന്ദ്രത്തിന്റെ നടത്തിപ്പും അത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. കേരള ഫാം എന്ന ആന സഫാരി കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത്. അവിടെ ആനയെ ഇത്തരത്തിൽ സവാരിക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയോ അതിൻ്റെ ലൈസൻസോ ഉള്ള സ്ഥാപനമല്ല എന്നാണ് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ചട്ടലംഘനമായി അവിടെ കാര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കൊളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 46 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 19 സാമ്പിളുകളിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമം, അപ്പോഴും ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളത്തിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ അവരുപയോഗിക്കുന്ന സ്ഥിരമായി എടുക്കുന്ന ജലസ്രോതസ്സുകളുണ്ട്, അതല്ലാതെ പുറത്തുനിന്ന് വെള്ളം ടാങ്കർ ലോറികളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ഉറപ്പിക്കാറായോ? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട 3 സ്രോതസ്സുകളിൽ നിന്നാണ് DLF ഫ്ളാറ്റിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കുടിവെള്ളത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ സാമ്പിളുകളാണ് 46 എണ്ണം പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 19 എണ്ണത്തിലാണ് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയകുമാർ ചോദിച്ചതുപോലെ തന്നെ എവിടെ നിന്നുള്ള സ്രോതസ്സിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം എന്നുള്ളത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ആരോഗ്യവകുപ്പ് പങ്കുവച്ചിട്ടില്ല. ഏതായാലും 19 സ്രോതസ്സുകളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും 3 എണ്ണത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളത് വലിയ ഗൗരവമായിട്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ ഇന്നലെ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കോളി ബാക്ടീരിയയുടെ ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. DLFൽ അവിടുത്തെ ജലസാമ്പിളുകളിൽ 19 സാമ്പിളുകളിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത് എവിടെ നിന്നുള്ള വെള്ളമാണ്, പുറത്തു നിന്നുള്ളതാണോ അതോ ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ജലസ്രോതസ്സിൽ നിന്ന് എടുത്തതാണോ എന്നത് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഒന്നും വിശദീകരിക്കുന്നില്ല എന്നാണ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ട്, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം. ജയരാജന് വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഇടതുമുന്നണി കൺവീനർ പാർട്ടി വളയത്തിന് പുറത്താണെന്നും വിമർശനമുയർന്നു. BJP ബന്ധവിവാദം അടക്കം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഷഫീദ് റാവുത്ത് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ഷഫീദ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഏതാണ്ട് ഇതിന് സമാനമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത്തരം ആളുകളുമായുള്ള ചിലരൊക്കെയായിട്ടുള്ള സൗഹൃദം, അതിരുവിട്ട ബന്ധമൊക്കെ നേരത്തെയും പ്രശ്നങ്ങൾ ഉള്ളതാണ്. അപ്പോഴത് നിയന്ത്രിക്കേണ്ടതാണ്, അതിൽ ജാഗ്രതക്കുറവ് ഉണ്ടാകാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലും കുറെ കൂടി കടുത്ത പരാമർശങ്ങളാണോ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത്? വിജയകുമാർ, രൂക്ഷമായ വിമർശനമാണ് LDF കൺവീനർ EP ജയരാജനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച. അത് തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നു പറയുന്നു. അതിനും അപ്പുറത്തേക്ക് ദല്ലാൽ നന്ദകുമാർ പോലെയുള്ള വിവാദ വ്യക്തിത്വങ്ങളുമായുള്ള ബന്ധം, ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് തലവേദനയാകുന്നു, അതൊരു കുറ്റപ്പെടുത്തലായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് ഈ CPM സംസ്ഥാന കമ്മിറ്റിയിൽ EP ജയരാജനെതിരെ
വളരെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇത് പാർട്ടി വളയത്തിന് പുറത്താണ് ഇടതുമുന്നണി കൺവീനർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അത് വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ട് പുലർത്തുന്നു. പാർട്ടി രീതിക്കും പദവിക്കും അത് നിരക്കാത്തതാണെന്ന വിമർശനം ഇന്ന് ചില അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തി. നിരാമയ, അതായത് വിവാദമായിട്ടുള്ള നിരാമയ റിസോർട്ട് ഇടപാടിലും പരാമർശമുണ്ടായി. നൽകിയ പരാതിക്ക് പോലും മറുപടി കിട്ടിയില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആക്ഷേപമുണ്ടായി. BJP ബന്ധ വിവാദമടക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുപോലും ചില അംഗങ്ങൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ LDF കൺവീനർക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനം CPM സംസ്ഥാന കമ്മിറ്റിയിൽ വരുമ്പോൾ അത് സ്വാഭാവികമായും EP ജയരാജനെ സംബന്ധിച്ച് പ്രതിരോധിക്കുക ഒരു ചെറിയ കാര്യമാകില്ല. അതേസമയം ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാർക്കും വിമർശനമുണ്ടായി. മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം മെച്ചമല്ല എന്ന അഭിപ്രായം ഇന്ന് വീണ്ടും ആവർത്തിച്ചു. ഇന്നലെ ധനകാര്യ വകുപ്പിനെതിരെ അടക്കം വളരെ ഗുരുതര ആരോപണം ഉണ്ടായി. ഇന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ അടക്കം വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം രാവിലെ നമ്മൾ വാർത്തയെ നൽകിയതാണ്. ഇപ്പോൾ മന്ത്രിമാരുടെ പൂർണ്ണമായും വകുപ്പുകളുടെ പ്രവർത്തനം മെച്ചമല്ല. പേഴ്സണൽ സ്റ്റാഫുകൾ ജനങ്ങളുമായി ബന്ധം വെക്കുന്നില്ല. വകുപ്പുകൾ ഭരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫുകളാണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു. വിജയകുമാർ. EP ജയരാജനെതിരെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ജയരാജന് വിവാദ വ്യക്തിത്വങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ പാർട്ടി വളയത്തിന് പുറത്താണ്. BJP ബന്ധ വിവാദം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായി. അങ്ങനെ നീളുകയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ EP ജയരാജനെതിരായ വിമർശനങ്ങൾ. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും വലിയ വിമർശനം ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.